നമുക്ക് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിന്റെ റിവിഷൻ, ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൽ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്സ് എങ്ങനെ റിവൈസ് ചെയ്യാം. ഈ ടൈപ്പ് റിവിഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഹാർവസ്റ്റ് ഓൺലൈനിലിട്ട വീഡിയോസ് ആണെങ്കിലും ശരി, ഈ ടൈപ്പ് റിവിഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ബോർഡിലുള്ള സംഭവങ്ങൾ നോട്ടായിട്ട് എഴുതിയിരിക്കുക. അത് ഷോർട്ട് നോട്ടാണ്. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്സ് കിട്ടും. എന്നിട്ട് പ്രീവിയസ് ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കോൺഫിഡൻസ് കിട്ടുന്ന പോലെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലേക്ക് കിടക്കാം. ഫസ്റ്റ്, എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്നാണ്. ഒരു ബോഡി മൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചാപ്റ്റർ ആണിത്, അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ. അപ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത് ലെങ്ത് ട്രാവൽഡ്. ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷനും ഇല്ല, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഡയറക്ഷൻ ഇല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് പറയുക. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതിനുവേണ്ടി ഇതിന്റെ തന്നെ ഒരു വെക്റ്റർ വെർഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ എന്താണ് സ്കാലാർ എന്ന് പറഞ്ഞാൽ സ്കാലാർ മീൻസ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, നോ ഡയറക്ഷൻ. ഓക്കെ, ഇനി വെക്റ്റർ എന്ന് പറഞ്ഞാല് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സ്കേലാറും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റ് വളഞ്ഞ് വേറൊരു പോയിന്റിൽ എൻഡ് ചെയ്തു. അപ്പൊ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ initial and final points. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യണത് ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, മീറ്റർ ആണ്. സോ ഈ രണ്ടാൾക്കാരുടെയും യൂണിറ്റ് മീറ്റർ. വേറൊരു കാര്യം നമുക്കറിയാം, ശരിക്കും നമ്മൾ സഞ്ചരിച്ച ദൂരം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കുറവ് ഡിസ്പ്ലേസ്മെന്റും കൂടുതൽ ഡിസ്റ്റൻസും ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് ഓൾവേസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാവും. ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എ എന്നുള്ള പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ബി എന്നുള്ള പോയിന്റ് വരെ ഹൊറിസോണ്ടൽ ആയിട്ട് ട്രാവൽ ചെയ്തു, സി എന്നുള്ള പോയിന്റ് വരെ വെർട്ടിക്കൽ ആയിട്ട് ട്രാവൽ ചെയ്തു. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ഇത് 4 മീറ്ററും 3 മീറ്ററും എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ളത് 4+3 7 മീറ്റർ ആയിരിക്കും. കാരണം ടോട്ടൽ പാത്ത് എത്ര ട്രാവൽ ചെയ്തു അതാണ് ഡിസ്റ്റൻസ്. അതിനു വേണ്ടിയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതോ ഈ ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും നമ്മളുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. അത് പൈതഗോറസ് തിയറം വെച്ചിട്ട് എത്രയാണ്? 5 മീറ്റർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 5ഉം ഡിസ്റ്റൻസ് 7ഉം അല്ലേ? ഏതാ ചെറുത്? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ചെറുത്. ഓക്കെ അല്ലേ? ഇനി യൂണിഫോം മോഷന്റെ കൺസെപ്റ്റ് ആണ് അടുത്തത്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാല് ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഫസ്റ്റത്തെ 10 സെക്കൻഡിൽ 5 മീറ്റർ, പിറ്റത്തെ 10 സെക്കൻഡിലും 5 മീറ്റർ, പിറ്റത്തെ 10 സെക്കൻഡിലും 5 മീറ്റർ, അങ്ങനെയുള്ളൊരു മോഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിഫോം മോഷൻ എന്നാണ് വിളിക്കുക. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, യൂണിഫോം മോഷനിൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്താണെന്നുള്ളതിലേക്ക് നമ്മളിപ്പോൾ വരും. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഇനി വെലോസിറ്റികൾ രണ്ട് രീതിയിലാണുള്ളത്. ആവറേജ് കൺസെപ്റ്റിൽ നമ്മൾ വെലോസിറ്റി സ്പീഡ് പറയും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കൺസെപ്റ്റിലും പറയും. ഇപ്പൊ ഇതിൽ ആവറേജ് കൺസെപ്റ്റിന്റെ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ റേറ്റിലേക്ക് വരികയാണ് നമ്മൾ. ടോട്ടൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തോന്നല്ല, അത് എത്ര വേഗത്തിൽ ട്രാവൽ ചെയ്തോ അതിലേക്ക് വരികയാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈമിനാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഇനീഷ്യലും ഫൈനലും പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോഴാണ് ആവറേജ് വെലോസിറ്റി കിട്ടുക. ആലോചിച്ചോക്കെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ ആവറേജ് വെലോസിറ്റിയും എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ആവറേജ് സ്പീഡ് നോക്കി നോക്കുക. ആവറേജ് സ്പീഡിന്റെ കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം.
ഓക്കെ, അതായത് ടോട്ടൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു ബൈ ടോട്ടൽ ടൈം. ഫോർ എക്സാമ്പിൾ, എന്ന് ബിയിലേക്ക് ഇയാൾ 2 സെക്കൻഡും ബിന്ന് സിയിലേക്ക് 1 സെക്കൻഡും ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 മീറ്റർ ബൈ 3 സെക്കൻഡ് ടോട്ടൽ, അതായിരിക്കും അയാളുടെ ആവറേജ് സ്പീഡ്. പക്ഷെ 5 മീറ്റർ അല്ലേ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ്. സോ 5 മീറ്റർ ബൈ 3 സെക്കൻഡ് തന്നെ, ടോട്ടൽ ടൈം സെയിം ആണ്, 3 സെക്കൻഡ് തന്നെ ആയിരിക്കും ആവറേജ് വെലോസിറ്റി. ഓക്കെ, പക്ഷെ ആവറേജ് വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. എന്താണ് ഡയറക്ഷൻ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ തന്നെ. എന്താണ് ആ ഡയറക്ഷൻ? ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. അപ്പൊ ആവറേജ് സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്നുള്ളത് സ്കേലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി എന്നുള്ളത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടും ഈക്വൽ ആവണത് എപ്പോഴാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനത്തെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ വൺ മാർക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടി നോക്കേണ്ടത്. ഓക്കെ, രണ്ടും ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡും എപ്പോഴാണ് ഈക്വൽ ആവുക? ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഈക്വൽ ആവണ്ടേ? ഓക്കെ, ടൈം സെയിം തന്നെയല്ലേ അവരുടെ ഇക്വേഷനിൽ. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഈക്വൽ ആവണം. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് എപ്പോഴാണ് ഈക്വൽ ആവുക? അയാൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക, തിരിഞ്ഞു പോവാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ അയാളുടെ ശരിക്കുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആവില്ലേ? അപ്പൊ അതാണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ. അതായത് ബോഡി മൂവ്സ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ യൂണിറ്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡിസ്റ്റൻസിന്റെയും യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ രണ്ടാളുടെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വെലോസിറ്റി വെക്ടർ ആണ്, സ്പീഡ് സ്കേലർ ആണ്. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. അപ്പോ ഇവിടുത്തെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് സ്പീഡ്. പിന്നെ എന്തിനാണ് ഈ രണ്ട് വര? അത് ഈ ആവറേജ് വെലോസിറ്റി എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കമ്പയർ ചെയ്യേണ്ടത് വേറൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ടെക്നിക്കലി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് പറയേണ്ടത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് സ്പീഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. എപ്പോഴാണ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് ഈക്വൽ ആവുക? ഒരേ ഡയറക്ഷൻ ആവുമ്പോൾ. എപ്പോഴാണ് ഇവിടുത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈക്വൽ ആവുക? ഒരേ ഡയറക്ഷൻ ആവുമ്പോൾ. തറവല്ലേ ഈ ഭാഗം? ഇനി എങ്ങനെയാണ് ഇതിന്ന് പ്രോബ്ലംസ് വരിക? ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡിൽ പ്രോബ്ലംസ് വരാറുണ്ട്. എങ്ങനെയാണ് പ്രോബ്ലംസ് വരിക? പ്രോബ്ലംസ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് വരിക. ഒന്ന്, ആവറേജ് വെലോസിറ്റി ഈക്വൽ ടൈം ആവുമ്പോഴുള്ള കേസ്. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഈക്വൽ ടൈം ആവുമ്പോഴുള്ള കേസ്, ഈക്വൽ ഡിസ്റ്റൻസ് ആവുമ്പോഴുള്ള കേസ്. ഓക്കെ, ഒരേ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഫൈൻഡ് ചെയ്താൽ മതി. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് മനസ്സിലാവും, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അതായത് തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണതോ ഉണ്ടാവും. ഇപ്പൊ യൂഷ്വലി 90 ഡിഗ്രി 30 ഡിഗ്രി പോണ ക്വസ്റ്റ്യൻസ് ഒന്നും ബോർഡ് എക്സാമിന് ഉണ്ടാവാറില്ല. അത് എൻട്രൻസിന്റെ പോയിന്റിലാണ് വരാറ് സാധാരണ. പക്ഷെ ഇപ്പൊ ഒരു കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പൊ തിരിച്ചു വന്നു മീൻസ് അയാൾക്ക് തിരിച്ച് അതേ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? 0 ആയി. അതുകൊണ്ട് തന്നെ അയാളുടെ ആവറേജ് വെലോസിറ്റി നമ്മളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആൻസർ 0 ആയിരിക്കും. 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ആവറേജ് സ്പീഡാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരേ ദിശയിൽ സഞ്ചരിച്ച പോലെ എടുത്തിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ എന്താണ് ഇതിപ്പോ ഞാൻ ഒരേ ഡയറക്ഷനിൽ ആവുമ്പോഴുള്ള കേസാണ്. തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള കേസ് തന്നെ എടുക്കണം. എന്ത് കൺഫ്യൂഷൻ വന്നാലും തിരിച്ച് നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻസിലേക്ക് പോവുക. നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ മീൻസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമിന്റെ ഇക്വേഷനിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റൂല. അപ്പൊ ഇത് ബോർഡ് എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ഈക്വൽ ടൈം എന്താണ്? ഈക്വൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 സെക്കൻഡിൽ ഇത്ര മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, പിറ്റത്തെ 5 സെക്കൻഡിൽ ഇത്ര. അപ്പൊ ടൈം അവിടെ ഈക്വൽ ആണ്. അങ്ങനെയാണ് തന്നതെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ v1 + v2/2 ആണ്. അതായത് ആദ്യത്തെ ഒരു 1 അവറിൽ നമ്മുടെ കാറ് 30 km/h സഞ്ചരിച്ചത്. പിറ്റത്തെ 1 അവറിൽ നമ്മുടെ കാർ 40 km/h സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ 30 + 40/2 35 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആവറേജ് വെലോസിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള. ഈക്വൽ ടൈം ആവുള്ള കേസ് ഭയങ്കര സിമ്പിൾ ആണെന്ന് ആലോചിക്കും. ഇനി ഈക്വൽ ടൈം 3 ടൈം തന്നിട്ട് 3 വെലോസിറ്റി തന്നാലോ? അതായത് ആദ്യത്തെ ടൈമിൽ 30, പിറ്റത്തെ ടൈമിൽ 40, പിറ്റത്തെ ടൈമിൽ 50. ഇങ്ങനെ ഈ രീതിയിലാണ് സഞ്ചരിച്ചെന്നുണ്ടെങ്കിൽ 30
പ്ലസ് 40 പ്ലസ് 50/3, അതായത് V1 പ്ലസ് V2 പ്ലസ് V3/3. അപ്പോൾ n ഈക്വൽ ഇന്റർവെൽസ് ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ക്ലിയർ? അതായത് ഇപ്പൊ n ആൾക്കാരുണ്ടെങ്കിൽ, n വെലോസിറ്റീസ് ഉണ്ട്, n ഈക്വൽ ഇന്റർവെൽസ് ആണെങ്കിൽ V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര പ്ലസ് Vn ഹോൾ ഡിവൈഡഡ് ബൈ n. അങ്ങനെയാണ് വരിക. ഇനി ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിലുള്ള കേസിലാണെങ്കിലോ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്താണ്, ആദ്യത്തെ 5 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, പിറ്റത്തെ 5 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര? അപ്പൊ ടൈം അല്ല അവിടെ ഈക്വൽ, ഡിസ്റ്റൻസ് ആണ് ഈക്വൽ. അപ്പൊ നമ്മൾ തിരിച്ച് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു പ്രാക്ടീസ് ആണ്. ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, ആ ഇക്വേഷൻ ഇല്ല, അതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു 2v1 v2 ബൈ v1 പ്ലസ് v2 എന്നാണ് കിട്ടുക. ഇത് 3 വെലോസിറ്റി ഉണ്ടെങ്കിലോ, 3 വെലോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇക്വേഷനെ 3/v ആവറേജ് ഈക്വൽ ടു 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3 അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ n ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ആ 3ന്റെ എക്സാമ്പിൾ കാണിച്ചത്. n/v ആവറേജ് ഈക്വൽ ടു 1/v1 പ്ലസ് 1/v2 പ്ലസ് എക്സെട്ര പ്ലസ് 1/v. ഓക്കെ, ബോർഡ് എക്സാമിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ അതല്ലാത്ത ഈ ഈക്വൽ ടൈം ഈക്വൽ ഡിസ്റ്റൻസിന്റെ പർട്ടിക്കുലർ കേസ് വന്നാൽ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നതും കുഴപ്പമില്ല. ഓക്കെ, അത്രയോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡാണ്. നമ്മൾ ഇതിന് മുമ്പ് കണ്ടത് ആവറേജ് വെലോസിറ്റി ആൻഡ് സ്പീഡാണ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുമ്പോൾ ആ വേർഡ് തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക, ഒരു ഇൻസ്റ്റന്റിലുള്ള ഒറ്റൊരു ഇൻസ്റ്റന്റിലുള്ള സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഇപ്പോൾ ഇതിന്ന് യൂഷ്വലി 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സ്പീഡോമീറ്റർ, നമ്മുടെ കാറിലുള്ള സ്പീഡോമീറ്റർ മെഷർ ചെയ്യണത് ആവറേജ് സ്പീഡാണോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണോ? സ്പീഡോമീറ്റർ നമുക്ക് ഓരോ സമയത്തും വെഹിക്കിളിലുള്ള സ്പീഡാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റന്റിലുള്ള സ്പീഡാണ് സ്പീഡോമീറ്റർ മെഷർ ചെയ്യണത് എന്നുള്ളതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് സ്പീഡോമീറ്റർ മെഷർ ചെയ്യണത്. അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ഒരു ഇന്റർവെൽ ഓഫ് ടൈം എടുക്കുക, ആ ടൈമിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്ത് നോക്കുക. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമ്മൾ ശരിക്കും ആവറേജ് വെലോസിറ്റിയാണ്. ഇതില്ലെങ്കിൽ നമ്മൾ ആ ഇന്റർവെല്ല് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ഇൻസ്റ്റന്റിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ആ ഡെൽറ്റ ടി എന്നുള്ള ഇന്റർവെല്ലിനെ ഞാൻ നന്നായിട്ട് ചെറുതാക്കി ടെൻഡിങ് ടു 0 ആവണം. അപ്പൊ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇത് ഡിഫറൻസിയേഷന്റെ കൺസെപ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് dx/dt ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി dx/dt ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഡിഫറൻസിയേഷന്റെ റൂൾസ് ഒക്കെ ഉപയോഗിച്ചുള്ള സിമ്പിൾ പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ x ഈക്വൽ ടു 2t ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നുള്ളത് dx/dt ആണ് ഈക്വൽ ടു 2. ഓക്കെ, കാരണം ടീന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. ഡിഫറൻസിയേഷന്റെ റൂൾസ് ഇപ്പൊ t² ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ് 2t. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ എന്താണ് ഇതിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവണമെന്ന് വെച്ചാല്, ഇൻസ്റ്റന്റേനിയസ് കൺസെപ്റ്റില് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് ആവറേജിന്റെ പോലെയല്ല, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ സ്പീഡും വെലോസിറ്റിയും സെയിം ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേക ടൈമിലുള്ള സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഈസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് സ്പീഡോമീറ്ററിൽ കാണിച്ചതെന്നുണ്ടെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് ഈസ്റ്റ്. അതായത് ഡയറക്ഷനും കൂടെ പറയാന്നേ ഉള്ളൂ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത്, ആവറേജിലൊക്കെ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പക്ഷെ ഇൻസ്റ്റന്റേനിയസിന്റെ കേസിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി യൂണിഫോം മോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പൊ നമുക്ക് ഈ ഇൻസ്റ്റന്റേനിയസിന്റെ കൺസെപ്റ്റ്, ആവറേജിന്റെ കൺസെപ്റ്റ് ഒക്കെ അറിയാം, നേരത്തെ പറഞ്ഞത്. അപ്പൊ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷനാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ മോഷനിൽ ആവറേജ് ഇൻസ്റ്റന്റേനിയസ് എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. ആ ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആവുന്ന ടൈപ്പ് മോഷനാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
അത് വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ടൈം ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇതാണ് ഈ ഇക്വേഷൻ യൂണിഫോം മോഷനിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ആക്സലറേഷൻ ആണ് അടുത്തത്. ആക്സലറേഷൻ എന്നുള്ള കൺസെപ്റ്റിലും ആവറേജും ഇൻസ്റ്റന്റേനിയസും ഉണ്ട്. എന്താണ് ആക്സലറേഷൻ? നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വെലോസിറ്റി. വെലോസിറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സലറേഷൻ. അപ്പൊ ആക്സലറേഷൻ പറഞ്ഞാല് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റിയിലെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈമിന്റെ ഡിഫറൻസ്. അപ്പൊ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് ആവറേജ് ആക്സലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനോ? ഇൻസ്റ്റന്റേനിയസ് കിട്ടാൻ നമ്മൾ ഈ ഡെൽറ്റ ടി ഇതേപോലെ ഡെൽറ്റ ടി എന്നുള്ള ടൈം ഇന്റർവെല്ല് വളരെ ചെറുതാക്കുക. അപ്പൊ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്തായിരിക്കും? ഡി വി ബൈ ഡി ടി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കിട്ടണമെങ്കിൽ ഇയാളെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ്, ഇൻസ്റ്റന്റേനിയസ് ആവറേജിന്റെ ആക്സലറേഷന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓൾറെഡി വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്, ബൈ സെക്കൻഡ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പൊ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷൻ ആണ് ആര്? യൂണിഫോം മോഷൻ. അതേപോലെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഉണ്ട്. ആ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ വെലോസിറ്റി അല്ല കോൺസ്റ്റന്റ്. ആരാണ് കോൺസ്റ്റന്റ്? ആക്സലറേഷൻ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷൻ ആണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ക്ലിയർ അല്ലേ? ഇനി റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ യൂണിഫോം മോഷനിൽ പറഞ്ഞു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തുല്യമാണ്. അതേപോലെ ഇവിടെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ അപ്പൊ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനും ആവറേജ് ആക്സലറേഷനും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ അത് ആ കൺസെപ്റ്റും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ കേസിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു ആവറേജ് ആക്സലറേഷൻ. ഇനി ചെറിയ ഒന്ന് രണ്ട് കൺസെപ്റ്റ് ആണ്. റിട്ടാർഡേഷൻ നോക്കുക. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും തെറ്റുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ഉണ്ടാവുന്നതാണ്. അത് NCERT ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് തറാക്കി വെച്ചാൽ നമുക്ക് പല പല ഗ്രാഫുകൾ വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിൽ ഉണ്ടാവാറുണ്ട്. ആ ഗ്രാഫുകളിലൊക്കെ ക്ലാരിറ്റി വരും. എന്താണ് ആ കൺസെപ്റ്റ്? റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ. റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സ്പീഡ് കുറയുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, സ്പീഡ് ഡിക്രീസ് ചെയ്യുക. ഒരു കാർ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യുക. ആലോചിച്ച് നോക്കുക, ആ സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ കാറ് മുന്നോട്ട് തന്നെയാണോ പോണത് അതോ ഡയറക്ഷൻ മാറി പിന്നോട്ട് പോവോ? മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് അല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് അല്ല ഇവിടെ ഉള്ളത്, പകരം സ്പീഡ് കുറയാണ്. ഓക്കെ, അപ്പൊ റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷനിൽ സ്പീഡ് ഡിക്രീസ് ചെയ്യാണ്. സ്പീഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫൈനലിനേക്കാളും വലുതാണ് ഇനീഷ്യൽ എന്നുള്ളത് കൊണ്ട് ആക്സലറേഷൻ നമുക്ക് നെഗറ്റീവ് കിട്ടും. അപ്പൊ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ മീൻസ് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്ന ഫിനോമിനൻ ആണ്. സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ്. ആക്സലറേഷൻ തന്നെയാണിത്. ഓക്കെ, ആക്സലറേഷൻ തന്നെയാണ് റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ. പക്ഷെ എപ്പോഴാണ് അതിനെ റിട്ടാർഡേഷൻ നമ്മൾ വിളിക്കുക? സ്പീഡ് കുറയുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പൊ ആക്സലറേഷൻ എന്തായിരിക്കും? സൈന് നെഗറ്റീവ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യനില് ഒരു വണ്ടി ബ്രേക്ക് ചെയ്യണതിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആക്സലറേഷന്റെ വാല്യൂ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. റിട്ടാർഡേഷൻ ആണ്. ഇപ്പൊ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അത് -2 ആയിരിക്കും. കാരണം അത് കുറയാണ് സ്പീഡ്. റിട്ടാർഡേഷൻ ചോദിച്ചാൽ പ്ലസ് ആയിട്ട് തന്നെ എഴുതുക. കാരണം റിട്ടാർഡേഷന്റെ മീനിങ് തന്നെ നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ് അവിടെ ആക്സലറേഷൻ ഉണ്ടാവുക. പക്ഷെ വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണത്? നെഗറ്റീവ് ആക്സലറേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ സൈൻ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ആ പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പീഡ് കൂടുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ? നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്പീഡ് ഇൻക്രീസസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ നെഗറ്റീവ് ആക്സലറേഷനിൽ. അത് രണ്ടും ഒരേപോലത്തെ കൺസെപ്റ്റ് ആയിട്ട് എടുക്കരുത്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയാം, കാരണം ആക്സലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട്. ഏതിന്? റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ. പക്ഷേ ഈ നെഗറ്റീവ് ആക്സലറേഷൻ എന്നുള്ളത് തന്നെ വേറെ ഒരു സംഭവമാണ്. അതായത് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യണതിനെ നമ്മൾ ഒരിക്കലും റിട്ടാർഡേഷൻ എന്ന് വിളിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ആക്സലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് എന്നിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരുടെ ഗ്രാഫുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രാഫ്. അപ്പൊ ഈ 3 ഗ്രാഫാണ് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും വരച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഈ ഗ്രാഫുകൾ തറവാക്കുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 3 ഗ്രാഫ് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, അതിനെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഈ 3 ഗ്രാഫ്.
എന്താണ് ഇവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻ? അത് മാത്രം ഇപ്പൊ നോക്കിയിട്ട് നമുക്ക് ഗ്രാഫിനെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, നമുക്ക് ഡിഫറൻസിയേഷന്റെ കൺസെപ്റ്റ് തന്നെ സ്ലോപ്പ് ഡെറിവേറ്റീവ് ആണ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വെലോസിറ്റി ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് വെലോസിറ്റി ആണ് കിട്ടും. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. റിലേഷൻ ക്ലിയർ അല്ലേ? ഈ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലോ, അത് നമുക്ക് ഇത് രണ്ടും അല്ലാത്ത വേറെ ഏതൊരു ക്വാണ്ടിറ്റി കിട്ടും. ആക്സലറേഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ജെർക്ക് എന്നൊക്കെ ചില ആൾക്കാർ വിളിക്കും. ഓക്കെ, അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിന്റെ റിലേഷൻ ക്ലിയർ അല്ലേ? ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ടൈം ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ് കിട്ടുക? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇത് ഡയറക്റ്റ് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് കിട്ടുക. സിമിലർലി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക ചേഞ്ച് ഇൻ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്, പൊസിഷനിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കാം. ഈ ഫിഗർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഈ ഒരു ഓർഡറിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ വെലോസിറ്റിയിലെ ചേഞ്ച്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി ഈ ഗ്രാഫുകൾ എങ്ങനെയാണ് ഓരോ ടൈപ്പ് മോഷന് വരക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഗ്രാഫ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് ഗ്രാഫിന്റെ ബേസിക് ഷേപ്പുകൾ അറിഞ്ഞാൽ കുറെ കാര്യങ്ങൾ എളുപ്പമാവും, കൺസെപ്റ്റുകളും ക്ലിയർ ആവും. ഇപ്പോൾ ഇതില് നമ്മൾ ടോട്ടൽ ഇപ്പോൾ വരച്ചത് 3+2, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാണ്. റെസ്റ്റ് യൂണിഫോം മോഷൻ, യൂണിഫോമിലെ ആക്സലറേഷൻ മോഷൻ ആണ് ബേസിക് ആയിട്ടുള്ള മോഷൻസ്. അതിന്റെ കൂടെ ഞാൻ 2 കൂടെ ആഡ് ചെയ്തത് ഈ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യണത്, സ്റ്റോൺ ത്രോ ചെയ്യണതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ആ ടൈപ്പ് മോഷന്റെ ഗ്രാഫുകൾ വരക്കണമെങ്കിൽ ഈ 2 ഗ്രാഫിന്റെ കൺസെപ്റ്റും കൂടി അറിയണം. അപ്പൊ അങ്ങനെ 5x3 15 ഗ്രാഫുകൾ. ഈ 15 ഗ്രാഫുകൾ നിങ്ങൾക്ക് ഏത് സമയത്തും റീകോൾ ചെയ്ത് വരക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മോഷൻ, ഈ ചാപ്റ്ററിൽ വരുന്ന ഏത് ടൈപ്പ് മോഷന്റെ ഗ്രാഫും പെട്ടെന്ന് ഗസ് ചെയ്തിട്ട് വരക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രാക്ടീസാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത്. ഇതില് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. റെസ്റ്റ് എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം ഈ 3 അനലൈസ് ചെയ്യുക. 9 ഗ്രാഫ്, 9 ബേസിക് ഗ്രാഫ്. അതിന്നാണ് നമ്മൾ പിന്നെ ബാക്കി 6 കൂടെ സ്റ്റഡി ചെയ്യും. അപ്പൊ റെസ്റ്റ് ആണ് നമ്മുടെ മോഷൻ എന്ന് വിചാരിക്കുക. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ബോഡി നീങ്ങണില്ല. ഓക്കെ, റെസ്റ്റിലാണ്. അപ്പൊ റെസ്റ്റിലാണ് മീൻസ് ആ ബോഡി അവിടെ മോഷൻ ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് 0 കൂടെ കടന്നു. 0. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരാള് വെലോസിറ്റി ഉണ്ടാവോ? ഇല്ല. ഇതിപ്പോ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ലൈനും വരക്കാം. മനസ്സിലായോ? അപ്പൊ അതായത് ഇപ്പൊ ഇത് XT ഗ്രാഫാണ് നമ്മൾ വരക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ XT ഗ്രാഫാണ് നമ്മൾ വരക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് ഗ്രാഫ് വരും. അത് ഏത് പൊസിഷനിലാണോ ഉള്ളത് ആ പൊസിഷൻ തന്നെ ചേഞ്ച് ചെയ്യണില്ല. ഓക്കെ അല്ലേ? ഇനി വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ നോക്കണമെന്ന് വിചാരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതിന്റെ സ്ലോപ്പാണ് അവിടെ വരക്കേണ്ടത്. ഇയാൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ വെലോസിറ്റി ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഒരു റെസ്റ്റിലുള്ള ബോഡിക്ക് വെലോസിറ്റി ഉണ്ടാവോ? അങ്ങനെ ആലോചിക്കുക. മനസ്സിലായി? എപ്പോഴും ഫിസിക്കൽ കാര്യങ്ങളിലേക്ക് ആലോചിക്കുക. അപ്പൊ ഇല്ല. അപ്പൊ വെലോസിറ്റി 0 ആണ്. ഇതിങ്ങനെ വരക്കാൻ പാടില്ല. കാരണം വെലോസിറ്റി ഒരു നിശ്ചിത വെലോസിറ്റിയിൽ പോവല്ല. വെലോസിറ്റി 0 ആണ്. വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫ്. വെലോസിറ്റി ഇല്ലാത്ത ആൾക്ക്, വെലോസിറ്റി പെർപെച്വലി ഇല്ലാത്ത ആൾക്ക്, ഒരിക്കലും ഇല്ലാത്ത ആൾക്ക് ആക്സലറേഷനും ഇല്ല. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റ് 3 ഗ്രാഫ് സ്റ്റഡി ചെയ്തു. വളരെ സിമ്പിൾ ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് യൂണിഫോം മോഷനിൽ ആരാണ് കോൺസ്റ്റന്റ്, അതാണ് നോക്കേണ്ടത് ഫസ്റ്റ്. ഓക്കെ, യൂണിഫോം മോഷനിൽ ആരാണ് കോൺസ്റ്റന്റ്? വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആയിട്ടോ? ഇനി വെലോസിറ്റിന്റെ മാറ്റത്തിന്റെ റേറ്റ് ആണ് ആക്സലറേഷൻ. ഇവിടെ നോക്കുക, ഇയാള് വല്ല മാറ്റവും ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ വന്നത്. ഇയാളുടെ മാറ്റമാണ്.
അപ്പൊ ഇയാൾക്ക് മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ പഠിച്ചു വെച്ചാൽ ഗ്രാഫുകൾ ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇയാളുടെ മാറ്റമാണ് ഇത്, അതുകൊണ്ട് ഇനി യൂണിഫോംലി എനിക്കറിയാം ഈ ഗ്രാഫ് മിസ്സിംഗ് ആണ് പറയാം. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ ആരാണ് കോൺസ്റ്റന്റ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ അതിന്റെ മീനിങ്ങിൽ തന്നെ ഉണ്ട്, ആക്സലറേഷൻ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഓക്കെ ആണോ? അപ്പൊ ഈ ഗ്രാഫുകളിൽ ഇപ്പൊ നമുക്ക് ഇനി കിട്ടാൻ ബാക്കി ഇങ്ങനെ ഈ 3 ഗ്രാഫുകളാണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിന്റെ തൊട്ട് മുമ്പുള്ള ഗ്രാഫ് സ്ലാൻഡിങ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ലാൻഡിങ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് നിൽക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം സ്ലോപ്പുകൾ മാറാൻ പാടില്ല. സ്ലോപ്പ് മാറാൻ പാടില്ലെങ്കിൽ അതെന്ത് തന്നെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ സ്ലോപ്പ് മാറാൻ പാടില്ല മീൻസ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലാൻഡിങ് സ്ട്രെയിറ്റ് ലൈൻ. ഒറിജിൻ കൂടെ പാസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ യൂണിഫോം മോഷന്റെ കേസിൽ ഏത് പോയിന്റ് ആണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ ഒറിജിൻ തന്നെ ആയിരിക്കും. കാരണം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ടുള്ള ഒറിജിൻ ആയിട്ട് ഫിക്സ് ചെയ്താൽ അവിടെ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഹൊറിസോണ്ടലിന്റെ തൊട്ട് മുമ്പത്തെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഹൊറിസോണ്ടൽ ആണ് ഇവിടെ. അതിന്റെ തൊട്ട് മുമ്പുള്ള ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ അല്ലേ? അപ്പൊ ഈ 8 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു. ഇനി ഒരു ഗ്രാഫും കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോ ഇവിടുത്തെ കേസിൽ സ്ലോപ്പ് കൂടിക്കൂടി വരികയാണ്. ആരുടെ? ഇയാളുടെ സ്ലോപ്പ് കൂടിക്കൂടി വരികയാണെന്നുള്ള കൺസെപ്റ്റ് കിട്ടും. കാരണം ഇയാളുടെ സ്ലോപ്പാണ് ഈ ഗ്രാഫ്. അപ്പൊ ഇയാളുടെ സ്ലോപ്പ് കൂടിക്കൂടി വരികയാണെന്ന് കിട്ടും. സ്ലോപ്പ് കൂടിക്കൂടി വരുന്നത് ഇയാള് ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരു പരാബോളിക് രീതിയിലാണ് വരുന്നത്. നമുക്ക് 2 രീതിയിലുള്ള പരാബോള ഉണ്ട്. നമുക്ക് പിന്നെ എക്സ് ആക്സിസ്, വൈ ആക്സിസിന്റെ ലൂടെ ഉള്ള പരാബോള ഉണ്ട്, അതാണിത്. എക്സ് ആക്സിലൂടെയുള്ള പരാബോള ഉണ്ട്. ഓക്കെ, അതില് വൈ ആക്സിസിലൂടെയുള്ള പരാബോള ആണ്. ഇതിനെ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വിളിക്കാൻ നല്ലത് ഇൻക്രീസിങ് സ്ലോപ്പ് പരാബോള. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്ന പരാബോള. മറ്റേ ടൈപ്പ് പരാബോള ആണെങ്കിൽ ഡിക്രീസിങ് സ്ലോപ്പ് പരാബോള ആയിരിക്കും. അപ്പൊ ഇത് ഇത്രയും 9 ഗ്രാഫുകൾ ക്ലിയർ അല്ലേ? ഈ ഗ്രാഫുകൾ ഇനി ഏത് കേസിൽ യൂണിഫോംലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ പരാബോള. യൂണിഫോം മോഷനിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, റെസ്റ്റിന്റെ സമയത്തുള്ള ആക്സലറേഷൻ ടൈം ഗ്രാഫ് 0. ഇങ്ങനെ 9 ഗ്രാഫുകൾ നമ്മൾ തറവാക്കി വെക്കുക. എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ തറവാക്കി വെക്കുക. കാരണം ഈ ഒരു ടെക്നിക്കിൽ പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടെ മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ടത് യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഡിക്രീസ് ചെയ്യുക. നോക്കുക, യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷനും യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷനും യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ തന്നെയാണ്. പക്ഷേ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവില് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതിന് പകരം ആക്സലറേഷൻ നെഗറ്റീവില് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഗ്രാഫ് ക്ലിയർ? ആക്സലറേഷൻ നെഗറ്റീവില് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. നോക്കുക, ഹൊറിസോണ്ടൽ ഗ്രാഫിന്റെ തൊട്ട് മുമ്പത്തെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവണം, നിർബന്ധമാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഈ ഗ്രാഫ് നെഗറ്റീവ് ആണ്. ഈ ഗ്രാഫ് അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം ഇയാൾക്ക്. വെലോസിറ്റി ടൈം ഗ്രാഫിന് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം. കാരണം നെഗറ്റീവ് സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ് എങ്ങനെ ഇങ്ങനെ മേലേക്ക്, നെഗറ്റീവ് സ്ലോപ്പ് താഴേക്ക് ഇങ്ങനെ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കണം. നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള ഗ്രാഫ് ഇങ്ങനെ ആവാം, നെഗറ്റീവിലേക്ക് ആവാം. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസലറേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഡയറക്ഷൻ ചേഞ്ച് ഇല്ലാത്ത സ്പീഡ് കുറയലാണ്. സോ ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് വരലാണ്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ഇല്ലാത്ത സ്പീഡ് വരാം, വേണമെങ്കിൽ 0 വരെ കൊണ്ടുപോകാം. അപ്പൊ ഇതാണ് ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അപ്പോൾ ഇത് ഓൾറെഡി വെലോസിറ്റി ടൈം ഗ്രാഫ് ഇത് സ്ലാൻഡിങ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ കേസിലാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്ന പരാബോള ആയിരിക്കണം. ഈ പരാബോള അല്ല വേണ്ടത്, സ്ലോപ്പ് ഡിക്രീസ് ചെയ്യണ പരാബോള. അപ്പൊ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യണ പരാബോള. ക്ലിയർ ആയിട്ടോ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ഷേപ്പ് മാറിയോടെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഗ്രാഫ് ഡിസലറേറ്റഡ് മോഷന്റെ ആണ്, ഈ ഗ്രാഫും ഡിസലറേറ്റഡ് മോഷന്റെ ആണ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്തു. ഇവിടുത്തെ രീതിയിൽ പരാബോളന്റെ ഷേപ്പേ മാറി.
അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് മാത്രം പഠിച്ചു വെച്ച കുട്ടിക്ക് ഈ ഗ്രാഫ് വരക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ക്ലിയർ? ഇനി യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷന്റെ ഗ്രാഫുകൾ അപ്പൊ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് മോഷൻ ഏതാണ്? യൂണിഫോംലി നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷൻ. അതായത് നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെന്ന് മാത്രം. അതായത് ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ മിറർ ഇമേജ് ഗ്രാഫുകൾ. ഇവിടെ ഒരു മിറർ വെച്ചാൽ എങ്ങനെയായിരിക്കും ആ ഗ്രാഫ്? അതാണ് ഈ ലാസ്റ്റിലെ 3 ഗ്രാഫ്. ഇങ്ങനെ ഈ 15 ഗ്രാഫുകൾ സ്റ്റഡി ചെയ്ത് വെക്കുക. ഇത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ലാസ്റ്റ് സ്റ്റോൺ ത്രോയിങ്ങും സ്റ്റോൺ ഡ്രോപ്പിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഗ്രാഫുകൾ നമുക്ക് വരക്കാൻ നോക്കാം. ഇത് ആദ്യം തറവാക്കി വെക്കുക. ഓക്കെ അല്ലേ? നോക്കുക, അടുത്തത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് പോവാണ്. കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്. V = U + AT, S = UT + ½ AT², V² = U² + 2S. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ 3 ഇക്വേഷൻസ് അപ്ലൈ ചെയ്യപ്പോൾ മാത്രമാണ് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ്. അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ലാത്തപ്പോൾ എന്താണ് യൂസ് ചെയ്യുക? നമുക്ക് ഓൾറെഡി അറിയണ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ, അതായത് dV/dt ആണ് A. അങ്ങനത്തെ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുക. ഇത് എപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഈസ് പ്യുവർലി ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വേണം. പിന്നെ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് ഡെറിവേഷൻ ആണ് ചോദിക്കുക. ഈ ചാപ്റ്ററിലുള്ള ഡെറിവേഷൻസ് ആകെ 2 പാർട്ട് എന്നുള്ളത്, ഒന്ന് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നും ഒന്ന് ഇതെന്നും. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. കാരണം ആകെ 2 പാർട്ടിൽ നിന്ന് ഡെറിവേഷൻ ചോദിക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതൽ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രാവശ്യം 3 മാർക്കിനെങ്കിലും ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ നോക്കണം. ഞാൻ ഈ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏത് ടൈപ്പ് മോഷനാണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. ഞാൻ 15 ഗ്രാഫ് വരച്ചതിൽ ഒരു കേസാണത്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിലെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിങ്ങനെയാണ് വരിക, സ്ലാൻഡിങ് സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി U ആണ്. കാരണം 0 ആണ് ടൈം എന്ന സമയത്തുള്ള വെലോസിറ്റി U ആണ്. ടൈം T എത്തുമ്പോഴുള്ള വെലോസിറ്റി V ആണ്. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സ്ട്രേറ്റ് ലൈൻ ആണ് വരിക. ഇനി ഇതില് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും ഭാഗം V- U ആണ്, ഈ സൈഡ് U ആണ്, ഇത് T ആണ്. അതുകൊണ്ട് ഈ ഇത്രയും ഭാഗം എന്ത് T ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക? ഈ ബോർഡിലുള്ള ഡെറിവേഷൻ ആണ് ഈ 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും, മാർക്കും കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഗ്രാഫിൽ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് ഗ്രാഫ് ആദ്യം വരയ്ക്കുക. ഒരു ഗ്രാഫ് വരക്കുമ്പോൾ അത് ഏത് പാരാമീറ്റേഴ്സിന്റെ ഗ്രാഫ് ആണെന്നും കാണിക്കുക. ഇനി നമുക്ക് ഒരു കാര്യം അറിയണത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ നിന്ന് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സലറേഷൻ. ആ കൺസെപ്റ്റിലേക്ക് ആദ്യം പോവാം. ഇപ്പോൾ ആക്സലറേഷൻ എന്നുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിട്ടുള്ള ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക? y2 - y1 x2 - x1. എന്താണ് y2 - y1? V - U x2 - x1 t - 0. അപ്പൊ V - U T ആണ് ആക്സലറേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. AT = V - U. ഓക്കെ, ഈ യുവിനെ കണ്ടെടുത്താൽ V = U + AT. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇത് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ആക്സലറേഷൻ എന്നുള്ള ഒറ്റ കൺസെപ്റ്റിന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് പാർട്ട് 1. ഇനി പാർട്ട് 2 എന്താണ്? ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വേണം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിന് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക എന്ന് ആലോചിക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫിന് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഓർമ്മല്ലേ? അപ്പൊ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഏരിയ ഒരു ട്രപ്പീസിയാണ്. ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഹാഫ് h × a + b എന്നുള്ള ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ 2 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒരു റെക്റ്റാങ്കിൾ, ഒരു ട്രയാങ്കിൾ. അപ്പൊ ഈ റെക്റ്റാങ്കിളിൻ്റെത് പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെത് എന്ന് പറഞ്ഞിട്ട് ഏരിയ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്താണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സോ UT. പ്ലസ് എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, ഹാഫ് ഇൻറ്റു T ഇൻറ്റു V - U. ക്ലിയർ അല്ലേ? ഇനി ഈ V - U എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ 1 കണ്ടതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു AT. അപ്പോൾ V - U എന്നുള്ളത് AT എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വേറെ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല.
അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്നായില്ലേ, യു ടി ഓൾറെഡി ഇല്ലേ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ക്ലിയർ അല്ലേ? ഡെറിവേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി വീണ്ടും നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരിക. നോക്കുക, നമുക്ക് മൂന്നാമത് കിട്ടേണ്ട ഇക്വേഷനിൽ ടി ഇല്ല, ടൈം ഇല്ല. ഓക്കെ, അതിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ ടൈം ഇല്ലാതാക്കണം. അപ്പൊ ടൈം ഇല്ലാതാക്കാൻ നമ്മൾ ടൈമിന് പകരം വി മൈനസ് യു ബൈ എ എന്ന് കൊടുത്തൂടെ ഫസ്റ്റ് ഇക്വേഷനിൽ. അത് എല്ലാ സ്ഥലത്തും ഇവിടെ ടൈം ഉള്ള സ്ഥലത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ വി മൈനസ് യു ബൈ എ യു ടി എന്നുള്ളതിന് പകരം വി മൈനസ് യു ബൈ എ ഹാഫ് എ വി മൈനസ് യു ബൈ എ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇനി ഇത് മൾട്ടിപ്ലൈ, അപ്പൊ യു വി മൈനസ് യു സ്ക്വയർ ബൈ എ പ്ലസ്, നോക്കുക ഹാഫിന്റെ 2 താഴെ എടുത്തിട്ടുണ്ട്, എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2 uv. ഓക്കെ അല്ലേ? നമുക്ക് ഇതില് 2a എന്നുള്ളതിനെ കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ യൂസ് ചെയ്ത മെത്തേഡ് മൾട്ടിപ്ലൈ ബൈ 2a ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നേരത്തെ. അപ്പൊ 2as എന്ന് വരില്ലേ ഇവിടെ, ഇവിടെ 2uv എന്ന് വരില്ലേ, 2u സ്ക്വയർ പ്ലസ്, കാരണം ആ എ ക്യാൻസൽ ചെയ്ത് 2a എന്നുള്ളതിന്റെ എ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 മാത്രമേ വരുള്ളൂ. ഇവിടുത്തെ 2a തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ ടേം മാത്രമേ വരുള്ളൂ, വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2uv. ഇത്രയും ക്ലിയർ? ഇനി 2uv മൈനസ് 2uv ക്യാൻസൽ ആവും, വി സ്ക്വയർ അവിടെ തന്നെ ഉണ്ടാവും, യു സ്ക്വയർ ഉണ്ട് മൈനസ് 2u സ്ക്വയർ ഉണ്ട് മൈനസ് യു സ്ക്വയർ ആവും. ആ മൈനസ് യു സ്ക്വയർ ഈ സൈഡിലേക്ക് ഇട്ടാൽ ആൻസർ കിട്ടിയില്ലേ. സോ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2asന്റെ ഡെറിവേഷൻ ഇതാണ്. ഇത് NCERT കൊടുത്തിരിക്കുന്ന ഡെറിവേഷൻ ആവറേജ് വെലോസിറ്റിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി പ്ലസ് യു ബൈ 2. ആ വി പ്ലസ് യു ബൈ 2 എന്നുള്ള വെച്ചിട്ടാണ് ഡെറിവേഷൻ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ഓൾട്ടർനേറ്റ് ഡെറിവേഷൻ ആയിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ ഈ 3 ഇക്വേഷന് ഇനി ചോദിക്കാൻ പറ്റുന്ന, ഡെറിവേഷൻ അല്ലാതെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഡയറക്റ്റും സ്ട്രേറ്റ് ഫോർവേഡും ആയതുകൊണ്ട് തൽക്കാലം ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇതില് എങ്ങനെയാണ് പ്രോബ്ലംസ് ചോദിക്കാന്ന് വെച്ചാൽ എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഇനീഷ്യലും ഫൈനലും തന്നു, ടൈമും തന്നു, ആക്സലറേഷൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ തരാത്ത കാര്യം നമുക്ക് ഏതാണെന്ന് മനസ്സിലായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ 3 ഇക്വേഷനിലെ പ്രോബ്ലംസ് ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആണ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ എപ്പോഴും ഓർക്കേണ്ടത് സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അതിൽ ഒരു ഡെറിവേഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിന്റെ സെക്ഷനിൽ പഠിക്കുന്നത്. ഇതിലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൈൻ കൺവെൻഷൻ ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്ത സൈൻ കൺവെൻഷനിൽ പേര് നമ്മൾ മാറാൻ പാടില്ല. അപ്പോൾ യൂഷ്വലി NCERT എടുത്തിരിക്കുന്ന സൈൻ കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ അപ്വേർഡ് ഡയറക്ഷനിൽ പോസിറ്റീവും ഡൗൺവേർഡ് ഡയറക്ഷനാണ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മളൊരു വെക്ടർ ക്വാണ്ടിറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടർ ക്വാണ്ടിറ്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലാണ് നമുക്കറിയെങ്കിൽ അതിനെ പോസിറ്റീവും, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് നമുക്കറിയെങ്കിൽ നെഗറ്റീവായിട്ട് കൊടുക്കാം. അത് അറിയുന്ന ക്വാണ്ടിറ്റീസിന് മാത്രമേ അങ്ങനെ സൈൻ കൺവെൻഷൻ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങളുടെ സൈൻ കൺവെൻഷൻ ആദ്യമേ കൊടുക്കരുത്. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ഷനും കൂടെ മനസ്സിലാവും. ഓക്കെ, അതായത് അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ്, ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ്. ഇനി നമ്മളൊരു ഫസ്റ്റ് ഇത് 2 ടൈപ്പ് മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, അല്ലെങ്കിൽ അതിനെ ഫ്രീ ഫോൾ എന്ന് വിളിക്കും. ഈ ഫ്രീ ഫോളിന്റെ കേസ് കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു h ഹൈറ്റ് എന്നാണ് നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഒരു ഡ്രോപ്പ് ചെയ്യണ ഒരു സ്റ്റോണിനെ അല്ലെങ്കിൽ ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യണ താഴത്തേക്ക്. ആ താഴത്തെത്തുന്ന വരെയുള്ള കാര്യങ്ങളെ നമ്മൾ പറയണുള്ളൂ. അപ്പൊ ഈ താഴെ എത്തുമ്പോൾ ഒരു h എന്നുള്ള ഹൈറ്റ് അത് ട്രാവൽ ചെയ്യേണ്ട. ആ ഹൈറ്റ് നമുക്കറിയാം, കാരണം നമ്മളാണ് പിടിക്കുന്നത്. ആ ഹൈറ്റ് നമുക്ക് എത്രയെന്ന് അറിയാം. ഓക്കെ, പക്ഷെ താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് എത്രയെന്ന് നമുക്കറിയില്ല. താഴെ എത്തുമ്പോൾ റെസ്റ്റിലല്ല ആവുക, താഴെ എത്തി പിന്നെ അത് കൊളീഷനൊക്കെ നടന്നിട്ടാണ് റെസ്റ്റിലാവുക. പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് നമ്മൾ ചോദിച്ചത്, അത് എത്രയാണെന്ന് എനിക്കറിയില്ല. സിമിലർലി എത്ര ടൈം കൊണ്ട് അത് താഴെ എത്തും എന്നുള്ളതും അറിയില്ല. ഓക്കെ, എത്ര ടൈം കൊണ്ടാണ് ഇത് താഴെ എത്തുക. അപ്പൊ ഈ ടൈമും വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ആണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് അപ്ലൈ ചെയ്യുക. ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ആണെങ്കിൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവണം. ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണോ? ആണ്. ആ ആക്സലറേഷൻ -g ആണ്. എന്താ -g? g എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ? ഡൗൺവേർഡ്. ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് മൈനസ്. ഓക്കെ, അപ്പൊ ആക്സലറേഷൻ ഈസ് -g ഫോർ ദിസ് മോഷൻ. അപ്പൊ ഈ -g എന്നുള്ള ആക്സലറേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നർത്ഥം. നമ്മൾ ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി മോഷന്റെ തുടക്കം ഇവിടെ നിന്നാണ്, എൻഡ് ഇവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം
ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് യു അറിയാം, എച്ച് അറിയാം, എങ്കിൽ ആക്സലറേഷൻ അറിയെങ്കിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ എന്നുള്ള നമുക്ക് അറിയുന്ന ഇക്വേഷൻ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എസിന് പകരം ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് വരെയാണ്. ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ്, അതുകൊണ്ട് മൈനസ് എച്ച്. ക്ലിയർ? ഇനി ഈക്വൽ ടു യു എന്താണ് ഇവിടെ? 0 ആണ്. സോ 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് ആക്സലറേഷൻ? മൈനസ് ജി ഇൻറ്റു ടൈം സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി മൈനസ് എച്ച് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി. ഇത് 0 അല്ലേ? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുക. ടി സ്ക്വയർ ഒരു സൈഡിൽ നിർത്തി 2h/g എന്ന് എഴുതും. ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g. അപ്പൊ ടൈം കിട്ടി. അപ്പൊ ഈ കിട്ടിയതിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പൊ ഒരാള് സൈൻ കൺവെൻഷൻ ഒന്നും നോക്കാതെ എഴുതിയാലും ഇത് കിട്ടുമായിരുന്നു. എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതിയാലും കിട്ടുമായിരുന്നു. പക്ഷെ അത് എല്ലാ സമയത്തും ശരിയാവണമെന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എപ്പോഴും ഈ സൈൻ കൺവെൻഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ്, പിന്നെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കാതെ നിൽക്കാം. മാത്രമല്ല പ്രോബ്ലംസിലും കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഫൈൻഡ് ചെയ്യണ്ടായിരുന്നു ഡെറിവേഷൻ ഇല്ലാതെ. ഏതായിരുന്നു? ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി കിട്ടാൻ ഒന്നുകിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് 8 യൂസ് ചെയ്യാം. ഞാൻ വി ഈക്വൽ ടു യു പ്ലസ് 8 ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഞാൻ ടൈമിന് ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ടോട്ടൽ ടൈം കഴിഞ്ഞിട്ടാണ് ഈ വി. അപ്പോൾ വി ഈക്വൽ ടു യു 0 ആണ്, ആക്സലറേഷൻ മൈനസ് ജി ആണ്, റൂട്ട് 2h/g. വി ഈക്വൽ ടു ആ റൂട്ട് ജിയും ഇവിടെ 2 റൂട്ട് ജി ഉണ്ട്. ഒരു റൂട്ട് ജി ആയിട്ട് ക്യാൻസൽ ചെയ്ത് ഒരു റൂട്ട് ജി ബാക്കി ഉണ്ടാവും, അതാണ് റൂട്ട് 2gh. ക്ലിയർ അല്ലേ? ഈ മൈനസ് സൈൻ എന്താണ് സൂചിപ്പിക്കുന്നത്? വെലോസിറ്റി തൊട്ട് മുമ്പ് ഡൗൺവേർഡ്സ് അല്ലേ? തട്ടുന്നതിന് തൊട്ട് മുമ്പ്, അതാണ് ഡൗൺവേർഡ്സ് ആണ്. വെലോസിറ്റി ഈസ് ഡൗൺവേർഡ്സ് എന്ന് പറയും. ഞാൻ ഇതിന്ന് ഒരു കാര്യം സ്ട്രെസ് ചെയ്യാണ്. വെലോസിറ്റി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ അറിയാം ഡൗൺവേർഡ്സ് ആണ്. എന്നിട്ട് ഞാൻ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? ഇല്ല. അപ്പൊ അറിയാത്ത ക്വാണ്ടിറ്റീസിൽ നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കണ്ട, അറിയണ ക്വാണ്ടിറ്റീസിൽ നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കണം. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഇനി ഈ ടോപ്പിക്കിൽ അടുത്ത വരുന്ന സംഭവം ഇതിന്റെ ഗ്രാഫുകളാണ്. ഓക്കെ, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ഏത് ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യൂണിഫോം മോഷൻ ആണോ, റെസ്റ്റ് ആണോ, യൂണിഫോംലി ആക്സലറേറ്റ്. നമ്മൾ ആ 15 കേസിലെ അതിൽ ഏതിലാണ് ഇത് പെടുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അതില് ഈ സംഭവം ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷൻ ആണ്. അതല്ലേ, അതുകൊണ്ടല്ലേ ഈ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തത്. അപ്പൊ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. ഇനി അതിൽ ആ ആക്സലറേറ്റഡ് മോഷനിൽ ആ ആക്സലറേഷൻ നെഗറ്റീവ് ആണോ? അതെ, മൈനസ് ജി ആണ്. നെഗറ്റീവ് ആണ് ആക്സലറേഷൻ എന്നുണ്ടെങ്കിൽ 2 കേസ് സംഭവിക്കാം. ഒന്നുകിൽ അത് ഡിസിലറേറ്റഡ് മോഷൻ ആവാം, യൂണിഫോംലി ഡിസിലറേറ്റഡ് മോഷൻ ആവാം, അല്ലെങ്കിൽ യൂണിഫോംലി നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷൻ ആവാം. ഇതിൽ രണ്ടിൽ ഏതും ആവാം. അതിലേതായിരിക്കും ഇത്? സ്പീഡ് കൂടുകയാണോ കുറയാണോ നോക്കുക. ബോഡിന്റെ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിന്റെ സ്പീഡ് കൂടുമായിരിക്കൂലെ എപ്പോഴും. സ്പീഡ് വെലോസിറ്റി അല്ല, സ്പീഡ് കൂടൂലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടും, നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടും. ഇപ്പൊ അത് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി. എന്താണ് ഈ നെഗറ്റീവ് ഡയറക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടുകയാണ്. സോ അപ്പൊ ആ കേസിലുള്ള ഗ്രാഫില് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരക്കാം. ഇവിടുത്തെ കേസിൽ നമുക്ക് അത് ഓൾറെഡി മൈനസ് ജി ആണെന്ന് അറിയാം. -9.8 -10 ഒക്കെ എഴുതാം. ജിന്റെ വാല്യൂ എത്രയാണ്? ഒന്നുകിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാം, പ്രോബ്ലത്തിൽ 10 ആണ് തന്നിട്ടുണ്ടെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാം. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഇത് നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന്. പിന്നെ മോർ ഓവർ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഇനീഷ്യൽ 0 ആണ്. 0 സ്റ്റാർട്ട് ചെയ്യണ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ്. ഓക്കെ അല്ലേ? ഇനി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് എവിടെ നിന്നാണ്? ഒരു പോസിറ്റീവ് പോയിന്റ് നിന്നാണ്, ഹൈറ്റ് അല്ലേ? അപ്പൊ എച്ച് എന്ന ഹൈറ്റ് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് ഇവിടെ ആയിരുന്നു. അത് ആ നെഗറ്റീവ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും. എന്നിട്ട് പിന്നെ ക്ലിയർ ആയപ്പോ ഈ 3 ഗ്രാഫ് ക്ലിയർ ആയോ? അപ്പൊ ആ 15 ഗ്രാഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ടൈപ്പ് മോഷന്റെ ഗ്രാഫ് വരക്കാനുള്ള ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും കൂടിയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഉള്ള രണ്ടാമത്തെ കേസ് അല്ലെങ്കിൽ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാല് ഒരു ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. വെർട്ടിക്കലി അപ്വേർഡ്സ് ഒരു ബോഡി ത്രോ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ യു എന്നുള്ള വെലോസിറ്റിയിലാണ് ഒരു വെർട്ടിക്കലി അപ്വേർഡ്സ് ഒരു ബോഡിനെ ത്രോ ചെയ്യണമെന്ന് വിചാരിക്കും. യു എന്നുള്ള വെലോസിറ്റിയിൽ ത്രോ ചെയ്യുമ്പോൾ ആ ബോഡി വെർട്ടിക്കലി അപ്വേർഡ്സ് ആണെങ്കിൽ ആ ബോഡി മേലെത്തി അതേ പാത്തിലൂടെ തന്നെയാണ് തിരിച്ചു വരിക. നമ്മൾ എയർ ഫ്രിക്ഷൻ, വിൻഡ് ഒന്നും കൺസിഡർ ചെയ്യണില്ല. അതേ
പാത്തിലൂടെ തന്നെയാണ് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ അതേ പാത്തിലൂടെ തന്നെയാണ് തിരിച്ചു വരിക എന്നുള്ള കൺസെപ്റ്റാണ് ഉള്ളത്. പക്ഷെ ഞാൻ ആ മോഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും മാക്സിമം എച്ച് എന്ന ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടാകും. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുക, വിഷ്വലൈസ് ചെയ്യുക മോഷൻ. യു എന്നുള്ള വെലോസിറ്റിയിൽ ത്രോ ചെയ്ത അപ്വേർഡ്സ് ഒരു ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് അത് എത്തി. എപ്പോഴാണത് നിർത്തുക? ആ വെലോസിറ്റി 0 ആകുമ്പോൾ. പിന്നെ തിരിച്ച് താഴേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ ആ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എച്ച് എന്നുള്ള ഹൈറ്റ് എത്രയാണ് നമുക്കിപ്പോൾ അറിയില്ല. കാരണം നമ്മൾ വെലോസിറ്റി എത്രയാണെന്ന് അറിയാം, നമ്മൾ ത്രോ ചെയ്ത വെലോസിറ്റി എത്രയാണ് നമുക്കറിയാം, ബാക്കിയൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ എച്ച് എന്നുള്ള ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ഇത് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ എത്താൻ എത്ര ടൈം എടുക്കുന്നു എന്നും കണ്ടുപിടിക്കണം. ഓക്കെ, ആ 2 പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ S=UT+half-a² യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്? ഇതെനിക്ക് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് അറിയാം. ഈ കേസിലും ആക്സലറേഷൻ എന്താണെന്ന് അറിയാം, -g ആണെന്ന് അറിയാം, കാരണം ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ S=UT+half-a² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയത്? ഞാൻ ടോട്ടൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ അതെന്ത് ചെയ്തു? തിരിച്ചെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി, 0 ആണ്. ഇനി u ഇൻറ്റു ടോട്ടൽ ടൈമിന് t പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷന് പകരം -g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു t². ക്ലിയർ? ഇനി ആ ഹാഫ് gt² ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. ut ഒരു t ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഈ g-നെ 2-ന് അപ്പുറത്തേക്ക് കൊടുത്താൽ t=2u/g. ക്ലിയർ? അപ്പോൾ t എന്നുള്ളതാണ് നമ്മൾ കിട്ടേണ്ടിയിരുന്നത്. ആ t എന്നുള്ളത് ഇപ്പം എത്ര നമുക്ക് കിട്ടി? 2u/g ആണെന്ന് കിട്ടി. 2u/g. ക്ലിയർ? അപ്പോൾ നമ്മൾ എത്ര വെലോസിറ്റിയിലാണ് പറയുന്നത്, ആ വെലോസിറ്റി ഇൻറ്റു 2/g എന്നുള്ള ടൈം കൊണ്ട് ആ സ്റ്റോൺ നമ്മൾ അല്ലെങ്കിൽ ആ ബോഡി നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും, വെർട്ടിക്കൽ അപ്വേർഡ്സ് ത്രോ ചെയ്താൽ. ക്ലിയർ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണിത്? ടൈം ഓഫ് അസെൻഡ് =u/g, ടൈം ഓഫ് ഡിസെൻഡ് =u/g. എന്താണ് ടൈം ഓഫ് അസെൻഡ്? മേലേക്ക് എത്താനുള്ള ടൈം. അപ്പൊ ഈ ഒരു മോഷൻ, ഈ മോഷനിൽ മേലേക്കുള്ള ടൈമും താഴേക്കുള്ള ടൈമും ഈക്വൽ ആണ്. ടൈം ഓഫ് അസെൻഡ് = ടൈം ഓഫ് ഡിസെൻഡ് ആണ് u/g. ഇത് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ എയർ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എയർ ഫ്രിക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ അവിടെ പറയും. അതിന് മുമ്പ് എയർ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസിൽ ടൈം ഓഫ് അസെൻഡ് u/g ആണ്, ടൈം ഓഫ് ഡിസെൻഡും u/g തുല്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് എടുക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ടോട്ടൽ മോഷനിൽ ഈ ഹൈറ്റ് വരില്ല. അപ്പൊ നമ്മൾ ഹാഫ് മോഷൻ കൺസിഡർ ചെയ്യും. അതാണ് ഡെറിവേഷനിലുള്ള ഒരു ചെറിയ ട്രിക്ക്. ഈ കേസിൽ ഹാഫ് മോഷൻ കൺസിഡർ ചെയ്യും. ഹൈറ്റ് അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ എസ് ഉള്ള ഏതെങ്കിലും ഇക്വേഷൻ ഒന്നുകിൽ S=UT+half-a² യൂസ് ചെയ്യാം. t നമുക്ക് ഓൾറെഡി അറിയാലോ, ഇപ്പൊ 2u/g ആണെന്ന്. അല്ലെങ്കിൽ v²=u²+2as അപ്ലൈ ചെയ്യാം. ഞാൻ v²=u²+2as അപ്ലൈ ചെയ്യാം. v² എന്ന് പറഞ്ഞാല് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ടല്ലേ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. ആ ഒബ്സർവേഷൻ നമ്മൾ ആദ്യം വരുത്തിയതാണ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. u²+2 ഇൻറ്റു നോക്കാം, ഇവിടെ u പോസിറ്റീവായിട്ട് എടുത്തത് കാരണം എന്താണ്? അപ്വേർഡ് ആണ്. ഇവിടെ u² ആയതുകൊണ്ട് അങ്ങനെ ഒരു കേസ് വരുന്നില്ല. അതുകൊണ്ട് u² തന്നെ എടുത്തു. +2 ഇൻറ്റു ആക്സലറേഷൻ -g ആണ് ഇൻറ്റു s+h ആണോ -h ആണോ? ഇതല്ലേ മോഷൻ. ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ വെക്ടർ എടുക്കുക, അപ്വേർഡ്. സോ h പ്ലസ് ഈ 2gh ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു =u². h മാത്രം ഒരു സൈഡിൽ നിർത്തി u²/2g. അപ്പോൾ മാക്സിമം ഹൈറ്റ് u²/2g, ടോട്ടൽ ടൈം =2u/g എന്നുള്ള ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് ഇത്രയും ഞാൻ എഴുതിയത്. അത് ഫിഗർ ആദ്യം വരക്കണം, അതിൽ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യം എയർ ഫ്രിക്ഷന്റെ പ്രസൻസിന്റെ കാര്യമാണ്. ഈ ഒരു മോഷനിലെ എയർ ഫ്രിക്ഷൻ എന്താണ് ചെയ്യുന്നത്? അപ്പൊ എയർ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് മോഷന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലാതെ ആക്സലറേഷന്റെ ഓപ്പോസിറ്റ് അല്ല ഫ്രിക്ഷൻ. അപ്പൊ ഒരു ബോഡി അപ്വേർഡ് മോഷനിലാണെങ്കിൽ ആ മോഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ ഫ്രിക്ഷന്റെ ആക്സലറേഷൻ. അപ്പൊ ഞാൻ ആ ആക്സലറേഷന് F എന്ന് കൊടുക്കണം. അപ്വേർഡ് മോഷൻ കൺസിഡർ ചെയ്യാന്ന് ചോദിക്കാം. അപ്വേർഡ് മോഷൻ ആകുമ്പോൾ F താഴേക്ക്, ഓൾറെഡി G താഴേക്കാണ്. ടോട്ടൽ മോഷനിൽ G താഴേക്കാണ് എപ്പോഴും. ഓക്കെ, അപ്പൊ F-ഉം താഴേക്ക് G-യും താഴേക്ക്. അപ്പൊ ടോട്ടൽ താഴേക്കുള്ള ആക്സലറേഷൻ എത്ര? F+g. അതാണ് മൈനസ് കൊടുക്കുന്നത്. മൈനസ് എന്നുള്ളത് താഴേക്ക് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്ത് നോക്കാം. ഡൗൺവേർഡ് മോഷൻ ആകുമ്പോൾ G എന്തായാലും താഴേക്ക്. ഓക്കെ, G എന്തായാലും താഴേക്ക്, പിന്നെ ഫ്രിക്ഷൻ മേലേക്ക്. അപ്പോൾ ഫ്രിക്ഷൻ മേലേക്ക്, G താഴേക്ക്. ഓക്കെ, ഫ്രിക്ഷൻ കാരണമുള്ള ആക്സലറേഷൻ മേലേക്ക്, G താഴേക്ക്. അപ്പൊ ടോട്ടൽ താഴേക്കുള്ള ആക്സലറേഷൻ G-F. അപ്പൊ ഇവിടെ G+F ആണ് താഴേക്കുള്ള ആക്സലറേഷൻ, ഇവിടെ താഴേക്കുള്ള ആക്സലറേഷൻ G-F ആണ്. G താഴേക്കുള്ള ആക്സലറേഷൻ ആയപ്പോഴായിരുന്നു ടൈം ഓഫ് അസെന്റ് u/g ആയത്. അപ്പോ G+F താഴേക്കുള്ള ആക്സലറേഷൻ ആകുമ്പോൾ ടൈം ഓഫ് അസെന്റ് u/g+F ആവും. ഓക്കെ,
ജി മൈനസ് എഫ് താഴേക്കുള്ള ആക്സലറേഷൻ ആകുമ്പോൾ ടൈം ഓഫ് ഡിസെൻഡ് യു ബൈ ജി മൈനസ് എഫ് ആവും. താഴെ ഡിനോമിനേറ്റർ ചെറുത് ഇയാളാണ്, അപ്പോൾ ടോട്ടൽ വാല്യൂ വലുത് ഡിസെൻഡിനാണ്. സോ ടൈം ഓഫ് ഡിസെൻഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻഡ്. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക്, അസെൻഡ് എന്ന് പറഞ്ഞാൽ മേലേക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൂഫിന്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എയർ ഫ്രിക്ഷൻ ആക്സലറേഷൻ എപ്പോഴും വരിക ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷനിലാണ്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫാണ് അടുത്ത ടൈപ്പ് പ്രോബ്ലം. ഈ ടൈപ്പ് മോഷന്റെ ഗ്രാഫുകളാണ്. അപ്പൊ ഡെറിവേഷൻ, ഫ്രിക്ഷന്റെ പ്രസൻസ്, ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. കാരണം ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. ഈ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് ആണോ ഡിസലറേറ്റഡ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴും എ മൈനസ് ജി ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഈ ബോഡി മേലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലും ആക്സലറേഷൻ മൈനസ് ജി ആണ്, താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആക്സലറേഷൻ മൈനസ് ജി ആണ്. കാരണം ആക്സലറേഷൻ എപ്പോഴും താഴേക്കാണ്. സോ ആക്സലറേഷൻ മൈനസ് ജി ആണ് ത്രൂ ഔട്ട് ദ മോഷൻ. ഓക്കെ ആണോ? അപ്പൊ നേരത്തെ ഫ്രീ ഫാളിന് വരച്ച ഗ്രാഫിന്റെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് തന്നെയാണിത്, ഒരു വ്യത്യാസമില്ല. ഇനി എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരിക? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. ഇത് നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലെ, നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. പക്ഷെ നമുക്ക് നെഗറ്റീവ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഈ നെഗറ്റീവ് രീതിയിൽ വന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് രണ്ട് രീതിയിൽ വരാം. നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും എന്നുള്ള ഷുവർ ആണ്. അപ്പൊ അത് ഒന്നുകിൽ യൂണിഫോംലി നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷൻ ആവാം, അല്ലെങ്കിൽ യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷൻ ആവാം. നമുക്ക് ആദ്യം അപ്വേർഡ് മോഷനെ കണ്ടുപിടിക്കാം. അപ്വേർഡ് മോഷനില് സ്പീഡ് കുറഞ്ഞു വരികയല്ലേ? ഓക്കെ, അപ്പോൾ അപ്വേർഡ് മോഷനിൽ ആദ്യം ഒരു യു എന്ന് പറഞ്ഞ സ്പീഡ് ഉണ്ട്. ആ സ്പീഡ് കുറഞ്ഞു വരികയാണ്. മീൻസ് ആ മോഷൻ ഏതാണ്? ആ മോഷൻ യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷനാണ്. അപ്വേർഡ് മോഷൻ അപ് ടു 0 വെലോസിറ്റി വരെ. ഇനി താഴത്തേക്ക് വരുന്ന മോഷനിൽ സ്പീഡ് കൂടി വരികയാണ്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നെഗറ്റീവിലേക്ക്. ആ സ്ട്രെയിറ്റ് ലൈൻ കണ്ടിന്യൂ ചെയ്യണം, കാരണം അതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആയിട്ടോ? അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. നമുക്കറിയാം ആ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എത്ര ആവും? 0. ഇത് വേറൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റി 0യും ആക്സലറേഷൻ 0 അല്ലാത്തതുമായിട്ടുള്ള ഒരു കേസ്. അതെപ്പോഴാണ്? മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷെ ആക്സലറേഷൻ താഴത്തേക്ക് ഉണ്ട്, അപ്പോഴും മൈനസ് ജി. ഓക്കെ, അതാണ്. ഓക്കെ അല്ലേ? ഇനി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരക്കണം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരക്കാനാണ് ഞാൻ ഈ ഗ്രാഫിനെ 2 പാർട്ടായിട്ട് സ്റ്റഡി ചെയ്തത്. ആദ്യത്തെ പാർട്ട്, ഈ ഗ്രാഫിന്റെ ആദ്യത്തെ പാർട്ട് യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷനും ഈ പാർട്ട് യൂണിഫോംലി നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷനും. ഈ പാർട്ടിൽ യൂണിഫോംലി ഡിസലറേറ്റഡ് മോഷന്റെ പാർട്ടിലുള്ള ഗ്രാഫ് ഡിക്രീസിങ് സ്ലോപ്പ് പരാബോളയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിക്രീസിങ് സ്ലോപ്പ് പരാബോള 0 എന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതോ പിന്നെ വേറെ ഏതെങ്കിലും ഹൈറ്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് കേസ് വെച്ച് നോക്കണം. നമ്മൾ ഇതല്ലേ 0 ആയിട്ട് ഫിക്സ്, അവിടെ നിന്നല്ലേ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാക്സിമം ഹൈറ്റ് വരെ പോകും. ഇതാണ് ഡിക്രീസിങ് സ്ലോപ്പ് പരാബോള. പിന്നെ അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. നെഗറ്റീവ് ആക്സലറേറ്റഡ് മോഷനിൽ ആ നേരത്തെ വരച്ച പരാബോള തന്നെ നേരെ റിവേഴ്സ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് വരക്കണം. അപ്പൊ ഇതിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരക്കണം. ഓക്കെ അല്ലെ? ഇതാണ് അപ്പൊ മാക്സിമം ഹൈറ്റ് വരും. ക്ലിയർ ആയിട്ട് ഗ്രാഫ്. അപ്പൊ ഈ 3 ഗ്രാഫുകൾ വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൊസീജിയർ. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ 15 ഗ്രാഫിന്റെ പാർട്ട്, ഈ വീഡിയോയിൽ തന്നെയുള്ള 15 ഗ്രാഫിന്റെ പാർട്ട് ഒന്നും കൂടി സ്റ്റഡി ചെയ്തിട്ട് ഇതൊന്നും കൂടി ലിസൺ ചെയ്യാം. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നതെന്ന്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്, റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി ശരിക്കും വരുന്നത് മോഷനിന്റെ പ്ലെയിനിലാണ് അതിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ ഈ ചാപ്റ്ററിന് അതിന്റെ ഭാഗം വരാനുള്ളത് ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. 2 ബോഡീസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒന്നിനെ വിത്ത് റെസ്പെക്ട് മറ്റാളുടെ വെലോസിറ്റി എത്രയാണ്. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് എൻട്രൻസ് ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട്. പക്ഷെ ബോർഡ് എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. സെയിം ഡയറക്ഷനിലാണ് ബോഡീസ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. 2 ബോഡീസിന്റെ എ ബി രണ്ടാളുടെയും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, അപ്പൊ നമ്മള് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു വി എ മൈനസ് വി ബി ആയിരിക്കും. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പീഡ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, മറ്റാളുടെ സ്പീഡ് കുറച്ച് കുറവുള്ള പോലെ ഫീൽ ചെയ്യും. അതാണ് വി എ മൈനസ് വി ബി. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി എ ബി ഈക്വൽ ടു
VA പ്ലസ് VB. നമുക്ക് ഇത് മോഷനെ പ്ലെയിനിൽ ശരിക്കും വെക്റ്റർ ഫോമിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. VAB എപ്പോഴും VA വെക്ടർ മൈനസ് VB വെക്ടർ ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഈ VB എന്നുള്ളത് മൈനസ് VB ആവും, അതാണ് പ്ലസ് ആവുന്നത്. സിമിലർലി സെയിം ഡയറക്ഷനിൽ അത് തന്നെ നിൽക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ റിലേറ്റീവ് വെലോസിറ്റിന്റെ ഡയറക്റ്റ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ സോൾവ് ചെയ്യാം. പിന്നെ എൻസിആർടിന്റെ ബാക്ക് സൈഡിൽ നല്ല കൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റിന്റെ പ്രോബ്ലംസ് ഉണ്ട്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ആ ഭാഗം കൂടെ നോക്കുക. ബോർഡ് എക്സാമിന് നിങ്ങൾ ഇത് വൈൻഡപ്പ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഈ നോട്ട്സ്, നിങ്ങൾ ബോർഡിലെ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം, ആ നോട്ട്സ് ഒന്നും കൂടെ വായിക്കുക. വായിച്ചിട്ട് ആ കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോ എടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ? അപ്പോൾ ഈ മോഷനിനെ പ്ലേ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള മാർക്കുകൾ, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന 4-5 മാർക്ക് നിങ്ങൾ ഷുവർ ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തും. ഓക്കെ?